ഹേ ഗായ്സ്, സാമ്പാർ പൊടി ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് ഇന്നത്തെ. ആക്ച്വലി ഇത് ചിറ്റയുടെ സ്പെഷ്യൽ ആണ്. ചിറ്റയാണ് പറഞ്ഞത് നമ്മൾ സാമ്പാർ പൊടി ഉപയോഗിക്കുന്നില്ല. സാമ്പാർ പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാവുന്നത് ശരിയാണ്. എനിക്ക് നെഞ്ചരിച്ചിലും അസിഡിറ്റി ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ എനിക്ക് സാധാരണ രീതിയിൽ സാമ്പാർ കഴിക്കുമ്പോൾ അസിഡിറ്റി ഒക്കെ ഉണ്ടാവാറുണ്ട്. ചിറ്റ ഉണ്ടാക്കുന്ന സാമ്പാർ കഴിക്കുമ്പോൾ എനിക്ക് അത്തരം ഗ്യാസ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പൊ എന്താണ് ഇതിന്റെ ബിഹൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാർ പൊടിയാണ് പ്രശ്നം എന്നാണ്. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് വരുന്ന സാമ്പാർ പൊടി അല്ലെങ്കിൽ ഈ കമ്പനി ഇറക്കുന്ന സാമ്പാർ പൊടിയൊക്കെ എത്രത്തോളം ട്രസ്റ്റബിൾ ആണെന്ന് നമുക്കറിയില്ല ഗൈസ്. അതിനു പകരം ചിറ്റ നമ്മളുടെ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചത്. പിന്നെ ആദ്യം കുറച്ച് ഉലുവയും ഉഴുന്നുപരിപ്പും എല്ലാം കൂടി വറുത്ത് പൊടിച്ചു. അതിന്റെ കൂടെ കായവും കൂടി ചേർത്തു. എന്നിട്ടാണ് സാമ്പാറിൽ ആഡ് ചെയ്തത്. പിന്നെ അവസാനമായിട്ട് പുളിവെള്ളവും കൂടി ഒഴിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊക്കെയാണ് ഇതിന്റെ ടെക്നിക്സ് എന്ന്. അപ്പോ നിങ്ങളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെയും ഈ രീതിയിൽ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാമ്പാർ പൊടി മാക്സിമം ഒഴിവാക്കി ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നി.